ആട് 1 സംഭവിച്ചത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആട് 2 ഓരോ പ്രേക്ഷകനും ചോദിച്ചു വാങ്ങുകയായിരുന്നു. പിന്നീട് നടന്നത് ചരിത്രം. ശേഷം ആട് 3ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഓരോ പ്രേക്ഷകനും. എന്നാൽ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ആട് 3 ഈ മാസം മെയ് 15 ഷൂട്ട് തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ആട് 1ഉം 2ഉം ഒരു സ്ലാപ്സ്റ്റിക് നോൺസെൻസിക്കൽ ജോണറിൽപ്പെടുന്ന സിനിമയായതിനാൽ ആട് 3ലേക്ക് വരുമ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റ് ആയിട്ടാണ് സിനിമ വരുന്നത്. ഒരു എപ്പിക് ഫാൻറ്റസി ജോണറിലാണ് സിനിമ വരുന്നതെന്നാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് CG വർക്കുകളുള്ള സിനിമ 2025 ഡിസംബർ ക്രിസ്മസ് റിലീസായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആട് 3യുടെ ഈ വേളയിൽ തന്നെ മറ്റൊരു സിനിമയുടെ 2ാം ഭാഗവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താൻ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത ഭരതനാട്യം എന്ന സിനിമയുടെ 2ാം ഭാഗം. OTTയിൽ മികച്ച അഭിപ്രായം നേടിയ സിനിമ തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു. ആട് 1ഉം ഒരു പരാജയമായിരുന്നല്ലോ. അതിനുശേഷം OTTയിൽ അതിന് നല്ല അഭിപ്രായം വന്നു. അതിനുശേഷം ആട് 2 എടുക്കാൻ അണിയറ പ്രവർത്തകർ തീരുമാനിക്കുന്നു. അത് ഒരു വലിയ വിജയമാകുന്നു. അതുതന്നെയാണ് ഭരതനാട്യം 2 ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുകയാണ് സൈജു കുറുപ്പ്. ആട് 2 പോലെ ഒരു സൂപ്പർ ഹിറ്റ് ആയില്ലെങ്കിലും ഒരു 3 ആഴ്ചയെങ്കിലും ഹൗസ്ഫുള്ളായി ഓടാൻ സാധിച്ചാൽ സന്തോഷമെന്നാണ് സൈജു കുറുപ്പ് ഈ ചടങ്ങിൽ പറഞ്ഞത്. അതോടൊപ്പം 2ാം ഭാഗത്തിൻ്റെ ടൈറ്റിലും അനൗൺസ് ചെയ്തിരിക്കുകയാണ് സൈജു കുറുപ്പ്. മോഹിനിയാട്ടം എന്നാണ് ഭരതനാട്യം 2ൻ്റെ പേര്. ഇനി അതും വിജയിക്കുകയാണെങ്കിൽ 3ാം ഭാഗത്തിനുള്ള പേരും ഒരു തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞു, കുച്ചിപ്പുടി. അപ്പോൾ 2 സിനിമകളും സൂപ്പർ ഹിറ്റ് ആവട്ടെ, പൂരം കൊടിയേറി മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസിന് ഷാജി പാപ്പനും പിള്ളേരും വന്ന് അടിച്ച് തൂക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.